ഇതേപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ താഴ്വശം തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഇത് ആ വ്യൂ നോക്കി, ആ വഴി വളഞ്ഞ് 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 പോകുന്ന വഴി നോക്കി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ നീലഗിരിയിലുള്ള ഓവാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഓവാലിയിൽ ഇപ്പോൾ ഞാനുള്ളത് ചന്ദനമല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതായത് ഇവിടെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതായത് ഈ ആന വഴിത്തടം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നമൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴൊക്കെ വന്നാലേ ഇവിടെ വരാൻ പറ്റുള്ളൂ. ഇനി ഭാവിയിൽ ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് വന്നതാണ് കേട്ടോ. അതെ, നമ്മുടെ കൂടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കസിൻ വന്നതാണ്, കണ്ണൂരിൽ നിന്ന് വന്നതാണ്, അവരെ കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചന്ദനമല ഒന്ന് ചുറ്റി കാണാം. അപ്പോൾ നമ്മുടെ ചന്ദനമലൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അമ്പലത്തിൻ്റെ മേലെ കയറി എവിടെ തിരിച്ചു നോക്കിയാലും വ്യൂ ആട്ടോ. പക്ഷേ നമ്മൾ വന്ന സമയം കുറച്ച് തെറ്റിപ്പോയി. ഫുള്ള് നമ്മൾ വന്ന് കയറിയപ്പോൾ നല്ല തെളിഞ്ഞായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ ക്യാമറ ഓണാക്കിയപ്പോഴത്തേക്കും നമ്മുടെ ചുറ്റും മഞ്ഞ് വന്ന് മൂടിയിട്ടോ. അതെ, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ചുറ്റും മഞ്ഞ് കയറി, ഒരു വ്യൂ ഇല്ല കേട്ടോ. അതെ, താഴെ ഇച്ചിരി ഭാഗത്ത് കണ്ടോ, അവിടെ മാത്രം ഇപ്പം മഞ്ഞ് കയറാത്തേ ഉള്ളൂ. അവിടെയും മൂടി തുടങ്ങി. നമുക്ക് നോക്കാം, മഞ്ഞ് മാറുമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ മലയ്ക്ക് ചന്ദനമല എന്ന് പേര് വരാൻ കാരണം ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഈ മല നിറച്ചും ചന്ദനമരങ്ങളായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്താന്ന് തോന്നുന്നു അതൊക്കെ വെട്ടിപ്പോയി. ഇപ്പോൾ കുറച്ച് ചന്ദനമരങ്ങൾ അവിടെ ഉള്ളൂ. അതായത് അന്നുണ്ടായിരുന്ന ചന്ദനമരങ്ങളുടെ ബാക്കി പത്രമായിട്ട് ഇവിടെ കുറച്ച് ചെറിയ ചെറിയ ചന്ദനമരങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അമ്പലം. ഇത് മുരുകൻ ടെമ്പിളാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. പിന്നെ അമ്പലത്തിൻ്റെ ഇവിടെ മാത്രമേ ഇപ്പം മഞ്ഞില്ലാത്തേ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും ചുറ്റും മഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഫുള്ള് വെയിലായതുകൊണ്ട് നമ്മുടെ മലയൊക്കെ ഒരുമാതിരി മങ്ങിയായിരുന്നു തന്നെ. അതുകൊണ്ടാണ് ഇപ്പോൾ മഴയൊക്കെ പെയ്തല്ലോ, ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിച്ച് വന്നത്. പക്ഷേ വന്നിട്ടും കാര്യമൊന്നും ഉണ്ടല്ലോ, ഫുള്ള് മഞ്ഞായിരുന്നു കേട്ടോ. മഞ്ഞ് ഇതുവരെ പോയിട്ടില്ല, മഞ്ഞ് കയറുന്നുള്ളൂ. ഇനി ഇത് പോകുമെന്നറിയില്ല. പക്ഷേ കുറച്ച് സൈഡിൽ വെയിലുണ്ട്, പക്ഷേ അങ്ങ് മേലേക്കൊക്കെ ഫുള്ള് മഞ്ഞാണ് കേട്ടോ. മഞ്ഞ് പോകുമെന്നും ഉറപ്പില്ല. എന്നാലും അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ വന്നാൽ നല്ല ആംബിയൻസ് ആണ്. ഫാമിലിയും കൊണ്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ മഞ്ഞൊക്കെ കണ്ടിട്ട്. അതും ദൂരേന്ന്, അതായത് ഇവിടെ താമസിക്കാത്ത ദൂരെ നിന്നുള്ളവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. പക്ഷേ കുറച്ച് സീനാണ് ഇവിടെ എത്തിപ്പെടാൻ. ചെക്ക് പോസ്റ്റിൽ വിടുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ തന്നെ നമ്മുടെ ഗൂഡല്ലൂരിലെ ലൈസൻസ് കാണിച്ചിട്ടാണ് ചെക്ക് പോസ്റ്റ് കടന്ന് വന്നത്. പക്ഷേ അതർ സ്റ്റേറ്റ് വണ്ടിയും പിന്നെ വേറെ ഗൂഡല്ലൂർ ലൈസൻസ് അല്ലാത്തവരെയും വിടുമെന്ന് അറിയില്ല കേട്ടോ. അതെ, അമ്പലത്തിൽ ഏത് സമയം ആളുണ്ട് കേട്ടോ. അമ്പലം അങ്ങനെ പൂട്ടിയിടുമൊന്നുമില്ലാന്ന് തോന്നുന്നു. ഇവിടെ മിക്കവാറും ആൾക്കാർ വരുന്ന അമ്പലമാണ് ഇവിടെ കേട്ടോ. പൂജയൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ വണ്ടികളുമുണ്ട്. വണ്ടികൾ പൂജിക്കാൻ വന്നതെന്ന് തോന്നുന്നു. പുതിയ വണ്ടിയാണ്, നമ്പറൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. വണ്ടികൾ പൂജിക്കാൻ വന്നതായിരിക്കും. പിന്നെ അതെ, ഇവിടുത്തെ അമ്പലങ്ങളിലൊക്കെ, അതായത് തമിഴ്നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ ഈ അരളിച്ചെടി കാണാം കേട്ടോ. ഈ അരളിച്ചെടി ഈ ഒരു ഇടയ്ക്ക് കത്തി നിൽക്കുന്ന ചെടിയാണല്ലോ. ഒരു ലേഡി മരിക്കുകയൊക്കെ ചെയ്തല്ലോ അരളിപ്പൂ അടിച്ചിട്ട്. പക്ഷേ ഇവിടുത്തെ അമ്പലങ്ങളിലൊക്കെ പൂജയ്ക്ക് മാക്സിമം ഉപയോഗിക്കുന്ന ഈ അരളിപ്പൂവാണ് കേട്ടോ. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. എല്ലാ അമ്പലത്തിലും അരളിപ്പൂ ഉണ്ടാവും. അതുകൊണ്ട് ഈ അമ്പലത്തിൻ്റെ ചുറ്റും തന്നെ അരളിച്ചെടികളുണ്ട് കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല. അതെ, മഞ്ഞ് കയറി മുഴുവൻ മൂടി കേട്ടോ. താഴെ ഉണ്ടായിരുന്ന സ്ഥലവും മൂടിക്കൊണ്ടിരിക്കുന്നു. ഇതേപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ താഴ്വശം തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഇത് ആ വ്യൂ നോക്കി, ആ വഴി വളഞ്ഞ് 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 പോകുന്ന വഴി നോക്കി. ഞാൻ മേലെയും കൂടി ഒന്ന് ക്ലിയർ ആയാൽ അടിപൊളി. പക്ഷെ മേലെ ക്ലിയർ ആവുന്നില്ല. കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി കേട്ടോ. ഇത് ഈ അമ്പലത്തിൻ്റെ മുൻവശത്ത് വന്നപ്പോൾ കുറച്ച് കല്ലുകൾ പെയിൻ്റ് അടിച്ചിട്ട് വെച്ചേക്കുന്നതാണ്. ഇത് ഞാൻ കാണിച്ചിട്ട്, ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് കല്ല് കുത്തി വെച്ചിട്ട് അവിടെ ഒരു സ്റ്റേജൊക്കെ ഉണ്ട്. പിന്നെ കല്ല് കുത്തി വെച്ചിട്ട് അതിൽ പെയിൻറ്റും അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് പറഞ്ഞു തരുന്നേ. എനിക്ക് തോന്നുന്നു ഉത്സവമൊക്കെ വരുമ്പോൾ ആൾക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടി ആയിരിക്കും തോന്നുന്നു. അതുകൊണ്ടോ അങ്ങ് വരെ കല്ല് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ.
സത്യം പറഞ്ഞാലേ ആളുകൾ പൈസ മുടക്കി വണ്ടിയും വിളിച്ച് ഈ ഊട്ടിക്ക് പോകുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ അത്രയും തിരക്കും അതേപോലെ അവിടുത്തെ അത്രയും എന്താ പറയുക തിങ്ങിക്കൂടിയുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഈ ഊട്ടി. പക്ഷേ ഈ സൈഡിലേക്ക് ഒന്ന് വന്ന് നോക്ക്, ഒരു മനുഷ്യനില്ല കേട്ടോ. നല്ല പീസ്ഫുള്ളായിട്ട് ഇരുന്ന് പ്രകൃതി ആസ്വദിച്ചിട്ട് പോവാം. ഈ ഊട്ടി പോയി വെറുതെ ഈ ആൾക്കാരുടെ തിരക്കും കൊണ്ട് ഈ അധികം വ്യൂ ഒന്നും ഇല്ലാത്ത വ്യൂ പോയിൻ്റ് ഒക്കെ കാണുന്നതിലും ഭേദം ഇങ്ങനെയുള്ള റിമോട്ട് സ്ഥലങ്ങളിൽ വരുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ചന്ദനമലയിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. കാരണം നമ്മൾ ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ മൊത്തം കൂടല്ലൂരൊന്ന് കവർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ ഇത് ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടേ ഉള്ളൂ. ഇനി നമ്മുടെ വാലിയിൽ തന്നെ താഴേക്ക് പോകാമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി നടക്കില്ലാന്ന് തോന്നുന്നു. കാരണം 1 മണിയായി ഇപ്പോൾ. ഇനി തിരിച്ച് നമുക്ക് കൂടല്ലൂർ പോയിട്ട് അവിടുന്ന് മസനഗുഡി വന്ന് ഇവരെ കൊണ്ടുപോകണം കേട്ടോ. മസനഗുഡി, അതിൻ്റെ ഉള്ളിൽ സിംഗാര, അതേപോലെ നമ്മുടെ മായാർ, അവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോകണമെന്നുണ്ട് സമയം കിട്ടിയാൽ. അപ്പോൾ ഇവിടുന്ന് നമ്മളെന്തായാലും ഇറങ്ങുകയാണ്. കാരണം ക്ലിയർ ആയെന്ന് വിചാരിച്ചതേ പിന്നെയും ഈ സൈഡൊക്കെ മൂടി തുടങ്ങി കേട്ടോ. ഇതുണ്ടോ, അപ്പുറ സൈഡ് ക്ലിയർ ആയി, പക്ഷേ ഈ സൈഡ് പിന്നെയും മൂടി തുടങ്ങി. അപ്പം അത്യാവശ്യമുള്ള വ്യൂ കിട്ടി നമുക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ക്ലിയർ ആയായിരുന്നു. അതുകൊണ്ട് എല്ലാം വ്യൂവും അതായത് ഈ മലകളുടെ വ്യൂ ഒക്കെ ഒന്ന് ഇവർക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം. അപ്പോൾ നിങ്ങൾ ഓവാലി പോകുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഡെസ്റ്റിനേഷനാണ് ഈ ചന്ദനമല. അതുപോലെ തന്നെ ഈ ഓവാലി പോകുമ്പോൾ നിങ്ങൾ പോകുന്ന വഴിയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഈ വഴീനെക്കുറിച്ചുള്ള വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ നിങ്ങൾ ഓവാലി പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ 1-2 വർഷത്തിനുള്ളിൽ പോവുക. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ പറ്റുന്ന കാര്യം ഡൗട്ടാണ്. കാരണം അവിടെ ഈ ആനവഴിത്താരാന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ആ ഗ്രാമമൊക്കെ ചിലപ്പോൾ ഒഴിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ പോയിട്ട് വരാം. അപ്പോൾ ഇതുപോലുള്ള ട്രാവൽ കണ്ടന്റിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഈസ് അബിൻ സൈനിങ് ഓഫ്.